ഹലോ ഡിയർ ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇത്തവണ UPSC പ്രിലിംസിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആർട്ട് ഫോമിനെ കുറിച്ചാണ് പഠിപ്പിക്കുക. പർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പഠിപ്പിക്കുക. ഇത്തവണ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പോസിബിൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ് മധുബാനി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മധുബാനി പെയിൻറ്റിങ്ങിനെ കുറിച്ച്. UPSC മുൻപും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മധുബാനി പെയിൻറ്റിങ്ങിനെ കുറിച്ച്. ഈ വർഷം ഇതൊരു പോസിബിൾ ഏരിയയാണ്. മധുബാനി പെയിൻറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കണം. നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. മധുബാനി പെയിൻറ്റിങ്സ് traditionally done by the women of villages around Madhubani town and it is also called Mithila painting. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കീ വേർഡുകൾ ഇതിലുണ്ട് കേട്ടോ. മധുബാനി പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് ട്രഡീഷണലി സ്ത്രീകൾ വരയ്ക്കുന്ന പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ പുരുഷന്മാർ ഇത് വരയ്ക്കാറില്ല. അപ്പോൾ ട്രഡീഷണലി ഡൺ ബൈ ദ വുമൺ, സ്ത്രീകളാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, സ്ത്രീകൾ വരയ്ക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. മധുബാനി ടൗണിലാണ് അല്ലെങ്കിൽ മധുബാനി വില്ലേജിലുള്ള ആളുകളാണ് ഇത് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് മധുബാനി പെയിൻറ്റിംഗ് എന്നുള്ളൊരു പേര് വന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് മിഥില പെയിൻറ്റിംഗ്. അപ്പം മിഥില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് മിഥില. മിഥിലയിലെ രാജാവായിരുന്നു ജനകൻ. ജനകൻ്റെ മകളായിരുന്നു സീത. മിഥിലയിലെ രാജകുമാരി ആയതുകൊണ്ടാണ് സീതയ്ക്ക് മൈഥിലി എന്ന് പേരുള്ളത്. ആ സീതയാണ് രാമായണത്തിലെ ഹീറോ രാമൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ട്രഡീഷൻ എന്ന് പറയുന്നത് രാമനും സീതയും തമ്മിലുള്ള കല്യാണം അത് മിഥിലാപുരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ നാട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മതിലുകളിലൊക്കെ ചുമരുകളിൽ പെയിൻറ് ചെയ്യാനായിട്ട് ജനകൻ, അതായത് അവിടുത്തെ രാജാവ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആരംഭിച്ച പെയിൻറ്റിംഗ് ആണ് ഈ പറയുന്ന മിഥില പെയിൻറ്റിംഗ് അല്ലെങ്കിൽ മധുബാനി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. പഴയ മിഥിലാപുരിയുടെ ക്യാപിറ്റലായിരുന്നു മധുബാനി എന്ന് പറയുന്ന ആ ടൗണിലിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ജനകന്റെ തലസ്ഥാനം അല്ലെങ്കിൽ മിഥിലയുടെ തലസ്ഥാനം, പഴയ തലസ്ഥാനം വരുന്ന സ്ഥലമാണ് ഇന്ന് മധുബാനി വില്ലേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് മിഥില പെയിൻറ്റിംഗ് അല്ലെങ്കിൽ മധുബാനി പെയിൻറ്റിംഗ് എന്ന് പേര് വന്നത്. അപ്പം ഇതിന് രാമായണത്തിലെ രാമൻ്റെയും സീതയുടെയും വെഡ്ഡിങ് സെറിമണിയോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ഒരു ട്രഡീഷണൽ പെയിൻറ്റിംഗ് ആണെന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ദ പെയിൻറ്റിങ്സ് ഹാവ് എ കോമൺ തീം and are usually drawn from religious motifs of the Hinduism, including Krishna, Rama, Durga, Lakshmi and Shiva. അപ്പോൾ ഇന്ന് ഈ മധുബാനി പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുക ഹിന്ദുയിസത്തിലെ ദൈവങ്ങളെയാണ് ഇവർ കൂടുതലായിട്ടും വരയ്ക്കുക. കൃഷ്ണനും രാമനും ദുർഗയും ലക്ഷ്മിയും ശിവനും ഒക്കെയാണ് ഇതിലെ റിക്കറൻറ്റ് തീം. അതായത് ഇന്നത്തെ മധുബാനി പെയിൻറ്റിങ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഹിന്ദു ദൈവങ്ങൾ ഈ പറയുന്നവരാണ്. അപ്പോൾ ഹിന്ദുയിസവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് കൂടിയാണ് ഇതെന്നുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ റിലീജിയസ് എലമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു സെക്യുലർ അല്ല, റിലീജിയസ് എലമെൻ്റ് ഉണ്ട്. ഹിന്ദുയിസവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഹിന്ദുയിസത്തിലെ പ്രധാനപ്പെട്ട ദൈവങ്ങളായ കൃഷ്ണൻ, രാമൻ, ദുർഗ, ലക്ഷ്മി, ശിവൻ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ഇവർ കൂടുതൽ ഈ പെയിൻറ്റിങ്ങിൽ വരയ്ക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ദ പെയിൻറ്റിങ്സ് ആർ ഓൾസോ മെയ്ഡ് ഡെപ്പിക്റ്റിംഗ് ഓസ്പീഷ്യസ് ഒക്കേഷൻസ് ലൈക്ക് ബർത്ത്, മാരേജ് ആൻഡ് ഫെസ്റ്റിവൽസ്. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് സാധാരണ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇത് പെയിൻറ്റ് ചെയ്ത സാധനം മധുബാനി പെയിൻറ്റ്. അതല്ല, ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് പറയുക. അത് സാധാരണ അവർ വരയ്ക്കുന്നത് ചില ഒക്കേഷൻസ്, ഒരു കുഞ്ഞ് ജനിക്കുക, ഒരു കല്യാണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസ്റ്റിവൽസ്, അവിടെയുള്ള ഫെസ്റ്റിവൽസിനോടനുബന്ധിച്ചിട്ടാണ് വരയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു ട്രഡീഷൻ തുടങ്ങുന്നത് തന്നെ ആ ഒരു രാമായണത്തിലെ രാമൻ്റെയും സീതയുടെയും കല്യാണ സമയത്ത് വരച്ചു തുടങ്ങിയതാണെന്നുള്ളൊരു ട്രഡീഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ബർത്ത്, മാരേജ്, ഫെസ്റ്റിവൽസ്, അതായത് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ്, അതായത് ദുർഗാ പൂജ, നമ്മുടെ ഹോളി, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ആചരിക്കുന്ന പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ ഈ പറയുന്ന മധുബാനി പെയിൻറ്റിങ്സ് ആ ട്രഡീഷണലായിട്ട് വരയ്ക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്
ഇതിന് ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുക. ഇതിൽ തന്നിട്ടുള്ള ചിത്രം തന്നെ നോക്കുക. ഫ്ലവേഴ്സ്, ട്രീസ്, അനിമൽസ് എക്സെട്ര ആർ യൂസ്ഡ് ടു ഫിൽ എനി ഗ്യാപ്സ് ഇൻ ദ പെയിന്റിംഗ്. പെയിന്റിങ്ങിൽ ഗ്യാപ്പ് ഇല്ലാതെ പരമാവധി കുത്തി നിറച്ചുള്ള ഒരു ചിത്രരചനാ രീതി തന്നെയാണ് മധുബാനി പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് ഉള്ള സ്ഥലങ്ങളിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പൂക്കളും ചെടികളും അനിമൽസിൻ്റെ എല്ലാം ചിത്രങ്ങൾ അവരതിൽ ഉൾക്കൊള്ളിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ മധുബാനി പെയിന്റിങ്സിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രഡീഷണലി ദീസ് വെയർ പെയിൻറ്റഡ് ഓൺ വാൾസ്. വാൾ പെയിൻറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ ഒരു ക്യാൻവാസ് വേണം. അപ്പോൾ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് നമ്മളൊരു ട്രഡീഷണൽ ലോക്കൽ പെയിൻറ്റിംഗ് രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് വാൾ പെയിൻറ്റിംഗ് ആണോ അല്ലെങ്കിൽ അത് വരയ്ക്കുന്ന ക്യാൻവാസ് ഏതാണെന്ന് UPSC പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രഡീഷണലി ഇത് വാൾ പെയിൻറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ രാമൻ്റെയും സീതയുടെയും കല്യാണ സമയത്ത് മിഥിലാപുരിയിലെ സകല വാൾസിലും അവിടെയുള്ള മതിലുകളെല്ലാം പെയിന്റ് ചെയ്യാനായിട്ട് ജനകൻ ഉത്തരവിട്ടു എന്നാണ് പറയുക. അങ്ങനെയാണ് ഈ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇത് വാൾ പെയിന്റിംഗ് ആണ് എന്ന് ഓർക്കുക. യൂസിങ് വാൾ ദീസ് വെയർ പെയിന്റഡ് ഓൺ വാൾസ് യൂസിങ് റൈസ് പേസ്റ്റ് ആൻഡ് വെജിറ്റബിൾ കളേഴ്സ് ഓൺ എ ബേസ് ഓഫ് കൗഡങ് ആൻഡ് മഡ്. അപ്പോൾ കൗഡങ് അല്ലെങ്കിൽ മഡ്, ചെളി അല്ലെങ്കിൽ ചാണകമാണ് ബേസായിട്ട് എടുത്തത്. അതിലേക്ക് വെജിറ്റബിൾ കളർ, അതായത് നാച്ചുറൽ കളേഴ്സ് ആണ് ചേർക്കുക. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സ് അല്ല, സിന്തറ്റിക് കളറുകളല്ല ഉപയോഗിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കളറുകളാണ്, വെജിറ്റബിൾസിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ കളറുകളാണ് ഉപയോഗിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മധുബാനി പെയിൻറ്റിങ്ങിൻ്റെ ആ ട്രഡീഷണൽ രീതിയിൽ നിന്നൊക്കെ മാറി പെയിൻറ്റിങ്ങിൻ്റെ ശൈലി അതാണ്. പക്ഷേ ക്യാൻവാസ് ഒക്കെ മാറിയിട്ടുണ്ട്. വിത്ത് ടൈം ദ ബേസ് ചേഞ്ച്ഡ് ടു ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ്, ക്ലോത്ത്സ് ആൻഡ് ക്യാൻവാസ് ആൻഡ് സ്റ്റിൽ ദ നാച്ചുറൽ കളേഴ്സ് വെയർ യൂസ്ഡ്. പക്ഷേ ഈ ക്യാൻവാസ് മാറിയെങ്കിലും അവർ കളേഴ്സ് ഈ വെജിറ്റബിൾ കളേഴ്സ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ കളേഴ്സ് ആണ് ഇപ്പോഴും യൂസ് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ട്രഡീഷണലി വാൾ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ചോദ്യം വരുമ്പോൾ ഇത് എന്ത് തരം പെയിൻറ്റിംഗ് ആണെന്നുള്ള ഒരു രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ വാൾ പെയിൻറ്റിംഗ് എന്ന് തന്നെയാണ് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കേണ്ടത്. ഇത് വാൾ പെയിൻറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ മറ്റ് ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. സം ഓഫ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മധുബാനി പെയിൻറ്റിങ്സ് ഇൻക്ലൂഡ് ഡബിൾ ലൈൻ ബോർഡർ. ഡബിൾ ലൈൻ ബോർഡർ കാണും. ബോൾഡ് യൂസ് ഓഫ് കളേഴ്സ്. ബോൾഡ് യൂസ് ഓഫ് കളേഴ്സ് ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചറാണ്. ഓർണേറ്റ് ഫ്ലോറൽ പാറ്റേൺസ് ഇതിൻ്റെ ഒരു കോമൺ ഫീച്ചറാണ്. ആൻഡ് എക്സാജറേറ്റഡ് ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതായത് ഇതിൽ വരയ്ക്കുന്ന ദൈവങ്ങളുടെയൊക്കെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് വരയ്ക്കുക. അതായത് വലിയ കണ്ണ്, വലിയ മൂക്ക്, വലിയ ചുണ്ടുകൾ, അങ്ങനെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഐസ്, അങ്ങനെയൊക്കെ എക്സാജറേഷൻ ഉണ്ട് ഫേഷ്യൽ ഫീച്ചേഴ്സിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ മധുബാനി പെയിൻറ്റിംഗ് അല്ലെങ്കിൽ മിഥില പെയിൻറ്റിങ്സിൻ്റെ കോമൺ ഫീച്ചേഴ്സ് പറയുന്നതാണ് ഡബിൾ ലൈൻ ബോർഡേഴ്സ് കാണും, ബോൾഡ് യൂസ് ഓഫ് കളേഴ്സ് ഉണ്ട്, ഓർണേറ്റ് ഫ്ലോറൽ പാറ്റേൺസ് കാണാൻ കഴിയും, എക്സാജറേറ്റഡ് ഫേഷ്യൽ ഫീച്ചേഴ്സ് നമുക്കതിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ആണെന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് മോസ്റ്റ്ലി വുമൺ ഹാവ് പാസ്ഡ് ഓൺ ദ സ്കിൽ ഓഫ് മധുബാനി പെയിൻറ്റിങ്സ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻസ്. അപ്പം മനസ്സിലാക്കുക, ഇത് ട്രഡീഷണൽ ആയിട്ട് ജനറേഷൻ ടു ജനറേഷൻ കൈമാറി പോകുന്ന ഒന്നാണ്. സ്ത്രീകളാണ് വരയ്ക്കുക. അപ്പം അമ്മയിൽ നിന്ന് മകളിലേക്ക്, മകളിൽ നിന്ന് ഇനി അടുത്ത ജനറേഷനിലേക്ക്, അങ്ങനെയാണ് ഇത് ട്രഡീഷണലി അവർ പകർന്നു കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. Since the art has remained confined to a specific geographical area, it has been given GI status. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും UPSC പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം മധുബാനി പെയിൻറ്റിങ്സിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് കിട്ടിയിട്ടുള്ള ഒരു ട്രഡീഷണൽ വാൾ പെയിൻറ്റിംഗ് ആണ് മധുബാനി പെയിൻറ്റിംഗ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീകളാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. തലമുറയായിട്ട് കൈമാറ്റം ചെയ്തു വരുന്ന ഒരു ട്രഡീഷണൽ പെയിൻറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, രാമൻ്റെയും സീതയുടെയും കല്യാണ സമയത്ത് തുടങ്ങിയതെന്ന് വിശ്വസിച്ച് ഇന്നും തുടർന്ന് പോരുന്ന ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് ഏത് മധുബാനി പെയിൻറ്റിംഗ് അല്ലെങ്കിൽ മിഥില പെയിൻറ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ പെയിൻറ്റിംഗ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തവണത്തെ UPSC എക്സാമിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ്. കീപ് ഗോയിങ്. പുതിയ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.